Hello everyone, I'm Rishika Paul and welcome back to another episode with Climax Cinemas. Home cinema എന്ന് പറയുമ്പോൾ ഒരു തിയേറ്റർ ഫങ്ഷനാലിറ്റി വീട്ടിൽ റീക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ നല്ല ഇഷ്ടമായിരിക്കും, ബട്ട് സംടൈംസ് അതെപ്പോഴും പോസിബിൾ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, വീട്ടിൽ വയസ്സുള്ളവരുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല. സോ അതേ എക്സ്പീരിയൻസ് നമുക്ക് വീട്ടിൽ റീക്രിയേറ്റ് ചെയ്യാനാണ് ഹോം തിയേറ്റർ എന്നുള്ള കോൺസെപ്റ്റ്. സോ വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു ആക്ച്വലി കോൾ ഇറ്റ് എ ഹോം തിയേറ്റർ? ഇതിൽ 4 മെയിൻ കോമ്പണൻസ് ആണ് വരുന്നത്. ഫസ്റ്റ്ലി AV റിസീവർ, ഡെഡിക്കേറ്റഡ് സ്പീക്കേഴ്സ്, വീഡിയോ പ്രൊജക്ഷൻ ആൻഡ് സോഴ്സ് ആൻഡ് സൗണ്ട് ട്രീറ്റ്മെൻറ്റ്. ഇതെല്ലാം കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് ഓരോ കോമ്പണൻറ്റും എത്ര ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. ആദ്യം തന്നെ അക്കൂസ്റ്റിക്സിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ തന്നെ പല ക്ലയൻസും എക്സിസ്റ്റിംഗ് റിസീവർ ആൻഡ് സ്പീക്കേഴ്സ് വെച്ച് തന്നെ സൗണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൺസ് ദാറ്റ്സ് ഡൺ, അവരുടെ തന്നെ ഫീഡ്ബാക്ക് ആണ് ദാറ്റ് എക്സിസ്റ്റിംഗ് സ്പീക്കേഴ്സിൻ്റെ പെർഫോമൻസ് തന്നെ നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പീക്കേഴ്സ്, നമുക്ക് അക്കൂസ്റ്റിക്സ് കറക്റ്റായിട്ട് ചെയ്താൽ അതിൻ്റെ പെർഫോമൻസ് ഹൈ എൻഡ് പോലെ കാണിക്കാൻ പറ്റും. സോ നമ്മൾ സ്പീക്കേഴ്സ് ആൻഡ് സിസ്റ്റത്തിന് എത്ര സ്പെൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് വേണം അക്കൂസ്റ്റിക്സും നോക്കാൻ. ഫോർ എക്സാമ്പിൾ, ഒരു ബഡ്ജറ്റ് സ്പീക്കേഴ്സ് ആണെങ്കിലും ഹൈ എൻഡ് പെർഫോമൻസ് കാണിക്കാൻ അടിപൊളി അക്കൂസ്റ്റിക്സ് ആണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഹൈ എൻഡ് സ്പീക്കേഴ്സ് വെച്ചിട്ട് പുവർ അക്കൂസ്റ്റിക്സ് ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് ഡീഗ്രേഡ് ആവും. സോ ഓൾവേസ് പെയർ ഈക്വൽ ഇമ്പോർട്ടൻസ് ഫോർ സിസ്റ്റം ആൻഡ് അക്കൂസ്റ്റിക്സ്. വേറെ ഒരു എലിമെൻറ്റ് ഈ സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റലേഷൻ ആൻഡ് കാലിബ്രേഷൻ ആണ്. നമ്മൾ ഏതൊരു ഹോം തിയേറ്റർ കംപ്ലീറ്റ് ചെയ്താലും അതിൻ്റെ AVR കസ്റ്റം പ്രീ സെറ്റ് യൂസ് ചെയ്തിട്ടാണ് റൂമിനനുസരിച്ച് സൗണ്ട് ബാലൻസ് ചെയ്തിരിക്കുന്നത്. സ്പീക്കർ പൊസിഷനും റൂമിനനുസരിച്ച് മാറും. ക്ലൈമാക്സ് സിനിമാസ് യൂസ് ചെയ്യുന്നത് 2 ടൈപ്സ് ഓഫ് അക്കൂസ്റ്റിക്സ് ആണ്. ഫസ്റ്റ്ലി അക്കൂസ്റ്റിക് പാനൽ ബേസ്ഡ്. വളരെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉള്ളവർക്ക് നമ്മൾ ഇതാണ് സജസ്റ്റ് ചെയ്യുന്നത്. സൗണ്ട് പ്രൂഫിംഗ് ഉണ്ടാവില്ല, ബട്ട് റൂമിനനുസരിച്ച് സൗണ്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പാനൽസ് പ്ലേസ് ചെയ്യും. സൗണ്ട് പ്രൂഫിംഗ് ഇല്ലാത്തതിനാൽ ഒരു 40-50% വരെയാണ് പുറത്ത് സൗണ്ട് പോകുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. വെനെവർ സമ്മൺ കോൾസ് ഫോർ എ ബഡ്ജറ്റ് തിയേറ്റർ, നമ്മൾ ഈ ഒരു പാക്കേജാണ് അവർക്ക് കൊടുക്കുന്നത്. സെക്കൻഡ്ലി നമുക്ക് വരുന്നത് ഫുള്ളി കസ്റ്റമൈസ്ഡ് അക്കൂസ്റ്റിക് ബിൽഡപ്പ് ആണ്. ഇതിൽ അക്കൂസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ആൻഡ് സൗണ്ട് പ്രൂഫിങ്ങും ഇൻക്ലൂഡഡ് ആയിരിക്കും. വിച്ച് മീൻസ് തിയേറ്ററിൻ്റെ അകത്തുള്ള സൗണ്ട് ഒരു 80-90% വരെ പുറത്ത് പോകാതെ പ്രിവെൻറ്റ് ചെയ്യും. ഈ പാക്കേജിൽ ഡിസൈൻ, ലൈറ്റിംഗ് ആൻഡ് തിയേറ്ററിൻ്റെ ഫുൾ സെറ്റപ്പ് നമ്മൾ ചെയ്തു കൊടുക്കും. സോ ഒരു റിയൽ തിയേറ്റർ എക്സ്പീരിയൻസ് വീട്ടിൽ കിട്ടാനാണെങ്കിൽ ഈ ഒരു പാക്കേജാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ബട്ട് വൺ തിങ് ടു നോട്ടീസ്, ഇത്രയും മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ ഒരു 12-16 ഇഞ്ചസ് വരെ റൂമിന് ഡയമെൻഷൻസിൽ ഡിഫറൻസ് വരാം. ഈ ഡയമെൻഷൻസിൽ ചേഞ്ച് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഫുൾ തിയേറ്റർ ബിൽഡിംഗ് കഴിഞ്ഞിട്ട് മാത്രം എക്വിപ്മെൻറ്റ്സിൻ്റെ പ്ലേസിംഗ് നോക്കുന്നത്. ഒരു മിഡ് ടു ഹൈ റേഞ്ച് സിസ്റ്റം ചൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പാക്കേജാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. So that's all for this video. Stay tuned till the next video with Climax Cinemas.